വർക്കലയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു വീണു. സ്കൂൾ വിടുന്നതിന് തൊട്ടു മുൻപായതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഒഴിവായത്. കുറച്ചു കുട്ടികൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇരിക്കവെയായിരുന്നു അപകടം സംഭവിച്ചത്. ഷെഡ് പൊളിഞ്ഞു വീഴുന്ന ചെറിയ സൗണ്ട് കേട്ടപ്പോൾ തന്നെ കുട്ടികൾ ഇറങ്ങി അവിടെ നിന്നും ഓടി മാറിയതാണ് രക്ഷയായത്. രാവിലെ മുതൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം കാറ്റിൽ ഉലച്ചിലുള്ളതായാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സമീപവാസികൾ പറയുന്നത്. മോഡൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം വെയിറ്റിംഗ് ഷെഡാണ് ഇപ്പോൾ തകർന്നു വീണത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത് കാറ്റത്ത് ആടുന്നുണ്ട് എന്ന് പലരും വിളിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഉടൻ തന്നെ PWDയെയും മുനിസിപ്പാലിറ്റിയെയും ഇത് അറിയിച്ചിരുന്നു. എന്നാൽ അല്പം മുമ്പ് തന്നെ ഇത് പൊടുന്നനെ നിലംപതിക്കുകയാണ് ഉണ്ടായത്. ഇതൊരു ഒരു 10 മിനിറ്റ് കൂടി വൈകിയിരുന്നുവെങ്കിൽ നൂറുകണക്കിന് കുട്ടികൾ വന്നിരിക്കുന്ന ഇടമായിരുന്നു. പൊതുവെ തിരക്കുള്ള ഒരു ജംഗ്ഷനാണ്. നൂറുകണക്കിന് കുട്ടികൾ എന്നും സ്കൂൾ വിടുന്ന നേരത്ത് വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ സ്കൂൾ വിട്ട സമയമാണ്. ഒരു അല്പം മുമ്പാണ് ഇത് തകർന്നു വീണത്. ഇത് ഈ സമയത്താങ്ങാനുമായിരുന്നെങ്കിൽ നിരവധി കുട്ടികളുടെ ജീവൻ അപകടത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കവാടമുണ്ട്. ആ കവാടത്തിന്റെ ഈ കനത്ത മഴയത്ത് കവാടത്തിന്റെ മേൽക്കൂര നിലം പൊത്തിയിരുന്നു. ഭാഗ്യത്തിന് അവധി ദിവസമായതുകൊണ്ട് അന്നും അപകടം ഉണ്ടായില്ല. ഒരുപാട് വെയിറ്റിംഗ് ഷെഡ്, ഇത്തരം വെയിറ്റിംഗ് ഷെഡുകൾ, കാലഹരണപ്പെട്ട വെയിറ്റിംഗ് ഷെഡുകൾ നമ്മുടെ റോഡിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ഇതൊരു താക്കീതാണ്, ഇതൊരു അനുഭവമാണ്. ഇത് പാലിച്ച് അടിയന്തരമായി തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വലിയ അപകടങ്ങൾ, നമ്മുടെ വലിയ മനുഷ്യജീവനുകൾ വലിയ അപകടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ്. ഇക്കാര്യം സ്കൂൾ അധ്യാപകരെ അറിയിച്ചിരുന്നതായും പറയുന്നുണ്ട്. സ്കൂൾ അധികൃതർ നഗരസഭയെയും ബന്ധപ്പെട്ട അധികാരികളെയും വിവരം അറിയിച്ചിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നാണ് സ്കൂൾ PTA പ്രസിഡന്റ് ഇതിനോട് പ്രതികരിച്ചത്. വർക്കല ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. 1000-ഓളം കുട്ടികൾ പഠിക്കുന്ന വർക്കല ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള വെയിറ്റിംഗ് ഷെഡാണ് ഇപ്പോൾ ഈ പിന്നാമ്പുറത്ത് കാണുന്നത്. വർക്കല കഹാർ MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് അദ്ദേഹം നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡ് ഏതാനും ആഴ്ചകളായി അപകടാവസ്ഥയിലായിരുന്നു. വർക്കല നഗരസഭയെയും വർക്കല താലൂക്ക് അധികാരികളെയും നിരന്തരം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതിനെതിരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് കാലാവസ്ഥ വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും ഈ വെയിറ്റിംഗ് ഷെഡ് വളരെ ഭീഷണി ഉയർത്തിയിരുന്നു. കാരണം 100-ലധികം കുട്ടികൾ ആശ്രയിക്കുന്ന ഒരു വെയിറ്റിംഗ് ഷെഡാണിത്. പക്ഷേ ഇന്നെന്തോ ദൈവഭാഗ്യത്താൽ കുട്ടികളുടെ അസാന്നിധ്യത്തിൽ ഈ വെയിറ്റിംഗ് ഷെഡ് പൊളിഞ്ഞു വീഴുകയുണ്ടായി. പക്ഷേ കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ വലിയൊരു അപകടം ഉണ്ടാവുകയും നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ വേദനിപ്പിക്കുകയുണ്ടാവുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ദൈവഭാഗ്യത്താൽ നമുക്കൊരു അപകടം ഉണ്ടായിട്ടില്ല. ഇത്തരം ഒട്ടനവധി വെയിറ്റിംഗ് ഷെഡുകൾ ഈ വർക്കല നഗരസഭാ പരിധിയിലും താലൂക്ക് പരിസരത്തും പല രീതിയിൽ ഭീഷണി ഉയർത്തി നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെ അധികാരിവർഗം തീർച്ചയായും കണ്ണു തുറക്കണമെന്നും മനുഷ്യന്റെ ടാക്സ് അടച്ച് ജീവിക്കുന്ന മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാക്കുന്ന ഇത്തരം അപകടാവസ്ഥകൾ ഒഴിവാക്കണമെന്നും ഒരു പൊതുജനം അല്ലെങ്കിൽ ഒരു പൌരൻ എന്ന നിലയ്ക്ക് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്കൂൾ വിട്ട വിദ്യാർത്ഥികൾ പുറത്തേക്ക് വരുന്നതിന് തൊട്ടു മുൻപാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു വീണതും. ദിവസവും നൂറുകണക്കിന് കുട്ടികൾ ആശ്രയിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. അധികൃതർ യഥാസമയം വേണ്ട നടപടികൾ കൈക്കൊള്ളാത്തതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായതെന്നാണ് നാട്ടുകാരുടെ പക്ഷം. വിസ്മയ ന്യൂസ്, വർക്കല.